Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പ്ലം കേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് ചെയ്യണം എന്നുണ്ടായിരിക്കും, പക്ഷേ ഓവൺ ഇല്ലല്ലോ, ബീറ്റർ ഇല്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ചെയ്തെടുക്കുക എന്നൊക്കെ വിചാരിക്കും അല്ലേ. അപ്പോൾ ഓവണും ബീറ്ററും എഗ്ഗും ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലം കേക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെ ഇത്ര ടേസ്റ്റിലും അതുപോലെ എത്ര പെർഫെക്റ്റ് ആയിട്ടും ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ പ്ലം കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കാരമൽ ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ കാരമൽ ചെയ്യണതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പാത്രം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഷുഗർ ഇട്ടതിൻ്റെ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. നോർമൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അതിനെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുവരെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു കളറാണ് വരിക. ഒരു ഗോൾഡൻ കളറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കളർ നമുക്ക് പോരാ, ഇതിനേക്കാളും ഡാർക്ക് കളറാണ് വേണ്ടത്. ഇത് ഡാർക്ക് കളറായാലേ നമ്മളുടെ കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടുള്ളൂ. അപ്പോൾ ഷുഗറെല്ലാം മെൽട്ടായി വന്നതിൻ്റെ ശേഷം നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് നിന്നതിൻ്റെ ശേഷം അതിലേക്ക് 1/4 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടുള്ള വെള്ളം ചേർക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ ആവി വരും, പുക പോലെ പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മേത്തേക്ക് തെറിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ കാരമൽ കളർ ചേഞ്ചായി വരും. ഇപ്പോൾ നല്ലൊരു ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കളറാണ് കാരമലിന് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ വറ്റി വന്നതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കുറച്ച് മിക്സ്ഡ് ജാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡാർക്ക് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പക്ഷേ എപ്പോഴും ഇതുപോലത്തെ ഡാർക്ക് കളർ ചേർത്ത് കൊടുക്കണമായിരിക്കും ഒന്നുകൂടി നന്നായിരിക്കുക. എന്നിട്ട് ഈ ജാം ഒന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ജാമാണെങ്കിൽ കുറച്ച് ടൈം പിടിക്കും മെൽട്ടായി കിട്ടാൻ, കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെ റൂം ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ മെൽട്ടായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് മിക്സ് ആവുന്ന സമയത്ത് അത് മെൽട്ടായി വന്നോളും. ഇനി ഞാൻ ഇതൊന്ന് വറ്റി വന്നതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ്സ് 1/2 കപ്പ് ഡേറ്റ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഞങ്ങളടുത്ത് ഏത് കളറാണുള്ളത് ആ കളർ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് റെഡ് കളർ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏതാണോ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡ് ഉള്ളൂ, അതുകൊണ്ട് റെഡ് മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കാഷ്യൂ, കിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ 1/4 കപ്പായാലും 1/4 കപ്പാണ് നമ്മളിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനി 1/2 കപ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ കാരമലിൽ കിടന്നിട്ട് ഈ കാരമലിനെ ഫുള്ള് അബ്സോർബ് ചെയ്തെടുക്കണം ഇതിലുള്ള ഫ്രൂട്ട്സ് എല്ലാം. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കേണ്ട, കാരണം ഇത് ചൂടാറി വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായി വരും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് വറ്റി ഏകദേശം ഒരു ഹാഫ് ആവുന്ന സമയത്താണ് ഇതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജിഞ്ചർ പൗഡർ 1 ടീസ്പൂണ്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കറുകപ്പട്ടയും പൂവും കൂടി ഒന്നിച്ചിട്ട് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഏലക്കപ്പൊടി മിക്സ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു 1.5 ടീസ്പൂൺ വേണം, അല്ലെങ്കിൽ ഒറ്റൊന്നായിട്ട്, അതായത് പട്ടയും പൂവും മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും ഏലക്കപ്പൊടി 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെഡ്മഗാണ്. നെഡ്മഗ് പൊടിച്ചിട്ടിട്ട് നമ്മുടെ ജാതിക്കൻ്റെ കുരു പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, ഇതൊരു വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല വേണ്ടത് കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടാണ് വരേണ്ടത്. നമുക്കൊരു ഗ്രേവി ടൈപ്പില്ലേ, കുറച്ച് തിക്കായിട്ടുള്ള ആ ഒരു രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ കുറച്ച് നേരം നമ്മളതിനെ വെയിറ്റ് ചെയ്യുക, ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, കേടൊന്നും വരാതെ കേട്ടോ. ഇപ്പോൾ ഇതാ വറ്റി വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് കണ്ടോ, തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരുപാടൊന്നും വറ്റിച്ചെടുക്കണ്ട കേട്ടോ, ഇനി ഇരിക്കും തോറും ഇത് ഒന്നുകൂടി തിക്കായിട്ട് വരും. ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഓഫ് ചെയ്യാം, എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാത്രം റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു തരിക വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ കേക്കിനെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുന്നത്. അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ ചൂടാക്കാം. അപ്പോൾ ഇനി ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കാരമലായിരുന്നു, പിന്നെ അതിൻ്റെ ശേഷം സോക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കേക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രൂട്ട്സിൻ്റെ സോക്ക് ചെയ്തതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു രീതിയിലാകുമ്പോൾ തന്നെ അതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറച്ചൊരു കട്ടിയായിട്ടാണ് വരിക. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഹാർഡായിരിക്കും. പിന്നെ നമുക്കത് മിക്സ് ചെയ്യാൻ, ഈ ബാറ്ററിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഒന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ, പിന്നെ അതുപോലെ ഓയിലാണ്. ഓയിൽ 1/4 കപ്പാണ് കേട്ടോ, 1/4 കപ്പാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ സൺഫ്ലവർ ഓയിലിൽ കുറച്ച് വൈറ്റ് കളറായി കാണുന്നത് മിൽക്ക് അളന്നിട്ടുള്ള പാത്രത്തിലായതുകൊണ്ടാണ്. പിന്നെ ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പ് നമുക്ക് വേണം. പിന്നെ മിൽക്കാണ്, മിൽക്ക് 1/4 കപ്പാണ് വേണ്ടത്. മിൽക്ക് പൗഡറാണ്, അപ്പോൾ ഇത് 1/2 കപ്പാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യണത്. ബ്രൗൺ ഷുഗർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കാം. ഈ ബ്രൗൺ ഷുഗർ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ബ്രൗൺ ഷുഗർ ആയിരിക്കുമ്പോൾ ഒന്നുകൂടി ഡാർക്കായിട്ടായിരിക്കും കേക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രൗൺ ഷുഗർ. അപ്പോൾ നമുക്കിത് എല്ലാ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് 1/2 കപ്പാണ് വേണ്ടത്. ഇനി നമുക്കിതിനെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ മാറ്റിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിൽക്ക് എടുക്കുന്ന സമയത്ത് മിൽക്കും സൺഫ്ലവർ ഓയിലും ഒരേ അളവായിരിക്കണം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലും മിൽക്കും ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സാൾട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാൾട്ട് നമ്മളിപ്പോൾ ഫ്ലോറിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഇതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലുള്ള ഓയിലും മിൽക്കും കൂടി സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നിച്ചാക്കുകയാണ് വേണ്ടത്. അത് ഒന്നിച്ചായതിൻ്റെ ശേഷം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മെൽട്ടാക്കി എടുക്കുക. ബ്രൗൺ ഷുഗർ തരിയായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഇട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെൽട്ടായി വരും കേട്ടോ. കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഞാനിതിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റായിട്ട് തന്നെ നമ്മളിപ്പോൾ മൈദ ഇട്ട് കൊടുക്കണത് കേട്ടോ. അത് അരിച്ചിട്ട് വേറെ പാത്രത്തിൽ അരിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദയും മിൽക്ക് പൗഡറും കൂടി മിക്സായി വരുമ്പോൾ 1.5 കപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പ്ലം കേക്ക് റെസിപ്പിയിലും 1.5 കപ്പ് ഫ്ലോറാണ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതിപ്പോൾ 1.5 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം വിട്ടുകൊടുത്തു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു തിക്കായിട്ടാണ് ഇരിക്കുക. എന്നിട്ട് അതിനെ ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അളന്ന് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സായി വന്നതിൻ്റെ ശേഷം കുറച്ചൊരു ബാറ്ററി ലൂസായിട്ടാണ് നമുക്ക് ഇരിക്കുക കേട്ടോ.
എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഒന്നിച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 1.5 കപ്പോളം ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഫ്രൂട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ അത്ര വേണ്ട, കുറച്ച് മാറ്റി വെക്കാം, അല്ലെങ്കിൽ അത് ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് തന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ബാറ്റർ കണ്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ലൂസായിട്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. അത് ബേക്കായി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മളിപ്പോൾ എഗ്ഗൊക്കെ യൂസ് ചെയ്യണതാകുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടായിരിക്കുക, എഗ്ഗും ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് സൈഡിലായിട്ടും താഴെ ഭാഗത്തായിട്ടും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഗ്രീസ് ചെയ്തതിൻ്റെ ശേഷമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ചതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ടാപ്പ് ചെയ്യരുത് കേട്ടോ, കാരണം മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സ് എല്ലാം താഴോട്ട് പോവും. പിന്നെ നമ്മളിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാറ്ററിന് ബേക്കിംഗ് ടിന്നിനെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് കറക്റ്റ് ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് വരെ ബേക്കിംഗ് ടൈമാണ് ഓവണിൽ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അത്ര തന്നെ ടൈം വേണ്ട കേട്ടോ, ഓവണിനേക്കാളും പെട്ടെന്നായി കിട്ടും ഈ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഫ്ലെയിം എപ്പോഴും ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് താഴെ ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹാഫായിട്ടുണ്ട് ബേക്കിങ്ങിൻ്റെ ടൈം. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ടോപ്പ് ഭാഗത്തായിട്ട് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് നട്ട്സ് അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ചെറി ഇട്ട് കൊടുക്കണമെങ്കിൽ ചെറി ഇട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ ആണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ബ്രൗൺ കളറായിട്ട് വരും. ഓവളിൽ ചെയ്യുന്ന അത്രയും ഡാർക്ക് കളർ കിട്ടൂല കേട്ടോ. ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുമ്പോൾ ഓവളിൽ ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം നല്ല ഡാർക്ക് കളറായിട്ടായിരിക്കും കിട്ടുക. ഇപ്പോൾ ഇതാ ബേക്കായി വന്നിട്ടുണ്ട്, ടോപ്പെല്ലാം നല്ല എന്താ പറയുക കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ പുറത്തെടുത്തിട്ട് പിറ്റേ ദിവസമാണ് കേക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഉള്ളിലോട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതുപോലെ സ്റ്റിക്ക് എന്തെങ്കിലും കുത്തിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാരണം മുകൾ ഭാഗം ചിലപ്പോൾ ബേക്ക് ആയിക്കണമെന്നുണ്ടെങ്കിലും ഉള്ളിൽ ബേക്ക് ആവാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിനെ പുറത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. താഴെ ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ടോപ്പ് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവളിൽ വെച്ച അത്രയും ഡാർക്ക് കളർ കിട്ടിയിട്ടില്ല. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മളെ നട്ട്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, താഴോട്ട് വന്നിട്ടില്ല കേട്ടോ കൂടുതലായിട്ടൊന്നും. അപ്പോൾ നല്ല ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ എഗ്ഗൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്ലം പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ താഴെ ഭാഗം ചെറുതായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ കേക്ക് പ്ലം കേക്ക് എഗ്ഗും ബട്ടറൊക്കെ യൂസ് ചെയ്താലും ഇതേ ടെക്സ്ചർ തന്നെയാണ് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയണുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു എഗ്ഗ് യൂസ് ചെയ്യാത്ത പ്ലം കേക്ക് അടിപൊളിയായിട്ടുള്ള തന്നെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതാ കണ്ടോ, നല്ല ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങളെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയും ഡെക്കറേഷനും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്